നിറം നൽകാൻ വേണ്ടി നമ്മൾ വിപണിയിൽ കിട്ടുന്ന പലതരം ബ്ലീച്ചുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ബ്ലീച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സലൂണിലേക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും പോകാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും പുറകിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സമയവും പൈസയും ഒന്നും കളയണ്ട. വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചർമ്മം തിളക്കം നൽകാൻ സഹായിക്കുന്ന ബ്ലീച്ച് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നതും ചർമ്മത്തിനുണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ മാറ്റാനും സഹായിക്കുന്ന അടിപൊളി ഒരു ബ്ലീച്ചാണ് ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുതേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് സമയം കളയണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ബ്ലീച്ചാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ചർമ്മത്തിനുണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും. വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിതം നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ബ്ലീച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. തിളക്കം വെക്കാനും ക്ലീൻ സ്കിൻ നേടാനും ഒക്കെ വേണ്ടി നമ്മൾ മാസത്തിൽ ഒരിക്കൽ പോയിട്ട് നമ്മൾ സലൂണിലൊക്കെ ഫേഷ്യലും ബ്ലീച്ചും ഒക്കെ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഫേഷ്യലിനെക്കാട്ടിലും ബ്ലീച്ചാണ് ചെയ്യുന്നത്. ബ്ലീച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാറ്റം കിട്ടും. പെട്ടെന്നൊരു മാറ്റം സ്കിന്നിന് കിട്ടും എന്നറിയാം. പെട്ടെന്നൊരു മാറ്റം സ്കിന്നിന് കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും ബ്ലീച്ച് മാസത്തിലൊരിക്കലെങ്കിലും പോയിട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം മാസത്തിലൊരിക്കൽ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒക്കെ മുടക്കി ചെയ്യുന്ന ബ്ലീച്ച് ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്താലോ? നിങ്ങൾക്ക് ആ ഒരു പുറത്ത്, അതായത് സലൂണിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് കിട്ടുന്ന ബ്ലീച്ച് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അടിപൊളി ഒരു ബ്ലീച്ചാണ് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗള് വേണം. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമ്മുടെ സ്കിന്നിന് വളരെ മാറ്റം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസിൽ നിന്ന്. സ്കിന്നിന് നല്ല പോലെ നിറം നൽകാനൊക്കെ കുക്കുംബർ ജ്യൂസിൽ നിന്ന് സാധിക്കും. ഞാനിവിടെ കുക്കുംബർ ജ്യൂസ് എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കുംബർ ജ്യൂസ് ഞാൻ എടുത്തത് കണ്ടല്ലോ നിങ്ങൾ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അലവേറ ജെല്ലാണ് ചേർക്കുന്നത്. അലവേറ ജെല്ല് എത്ര സ്പൂണാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ച് എഫക്റ്റ് നൽകാനും സ്കിൻ ക്ലീൻ ആക്കാനും ഒക്കെ നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് നമുക്ക് സാധിക്കുന്നതാണ്. അലവേറ ജെല്ലാണ് ഞാനിവിടെ എടുക്കുന്നത്. അലവേറ ജെല്ല് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് എടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. ഞാൻ ഗ്രേറ്റ് ചെയ്ത ആ ഒരു നമ്മുടെ കുക്കുംബറിൻ്റെ ഇതൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പീൽ പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. ഓറഞ്ച് പീൽ പൗഡർ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ തൊലിയുടെ നീര് ഇതിൽ ചേർത്താലും മതി. ഞാനിപ്പം ഓറഞ്ച് പീൽ പൗഡറാണ് എടുക്കുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഓറഞ്ച് പീൽ പൗഡർ ചേർക്കേണ്ടത്. അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. ഇനി നമ്മുടെ സ്കിന്നിന് ബ്ലീച്ച് എഫക്റ്റ് നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ലെമണിൽ നിന്ന്. ലെമണാണ് നമുക്ക് വേണ്ടത്. ലെമണിനകത്ത് കൂടുതലും സിട്രിക് ആസിഡൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിനൊരു നല്ലൊരു മാറ്റം നൽകാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. വിപണിയിൽ കിട്ടുന്ന ഒരു ബ്ലീച്ചിനെക്കാട്ടിലും എഫക്റ്റ് നൽകാൻ നമ്മുടെ ലെമണിൽ നിന്നൊക്കെ സാധിക്കും. ഞാൻ ഈ കുരു ഒന്ന് മാറ്റട്ടെ. അങ്ങനെ ലെമണും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടറാണ്. സ്കിന്നിന് നല്ലതാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതായത് ഒന്ന് ലൂസ് ആവുന്ന രീതിയിൽ, നമ്മുടെ ആ ഒരു ബ്ലീച്ച് ചെറിയ രീതിയിൽ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഒന്ന് ചെറിയ രീതിയിൽ ലൂസ് ആവണം. ലൂസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസിലിടുന്ന പരുവത്തിൽ ആവുന്ന രീതിയിൽ നമ്മൾ മിക്സ് ആക്കുന്നതിന് നമുക്ക് റോസ് വാട്ടർ ചേർക്കണം. ഞാൻ എടുത്ത കണക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു കണക്കിനെ എടുക്കാവുള്ളൂ. അതല്ലാതെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റായി പോകും. കാരണം
ഒരു നേരത്തേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലീച്ച് തയ്യാറാക്കുന്നത്. വെച്ചിട്ട് പിന്നെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കരുത്. ബ്ലീച്ച് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫേസിലിട്ടാൽ ആ ഒരു ബ്ലീച്ചിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അതല്ലാതെ വെച്ചിട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ടൊരു കാരണം വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചേഞ്ചസ് നമുക്ക് കിട്ടില്ല. ഉണ്ടാക്കി ഉടനെ ഉപയോഗിച്ചാൽ ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മാറ്റമുണ്ട്, ഒരു രാസപ്രവർത്തനം നടക്കും. ആ രാസപ്രവർത്തനം ആ ഒരു ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്ന് നടക്കും. അതല്ലാതെ നമ്മൾ ഫേസിലിട്ടിട്ട് നടക്കത്തില്ല. ഫേസിൽ അന്നേരം തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ ഇട്ടാലേ അവിടെ ഒരു പ്രവർത്തനം നടക്കുകയും അത് നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകൾക്കൊക്കെ ഗുണം ചെയ്യുകയും സ്കിന്നിനകത്തേക്ക് അത് ഇറങ്ങിച്ചെന്നിട്ട് ഒരു നിറം നൽകാനും ഒക്കെ സ്കിൻ നല്ലപോലെ ക്ലീൻ ആക്കാനും ഒക്കെ സഹായിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും വലിച്ചു നീട്ടി പറയാൻ നോക്കൂ. ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ബോറാകും. ഈ ഒരു ബ്ലീച്ച് ഇട്ടാലും എനിക്ക് ഗുണവും കിട്ടില്ല. കാരണം പെട്ടെന്ന് ഉണ്ടാക്കി ഉടനെ തന്നെ ഇടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എൻ്റെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിലെ കറുപ്പ് നിങ്ങൾ കണ്ടോ? ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു കാര്യം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്കൊരു ലൈവ് ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. പലരും എന്നോട് പറയുന്നുണ്ട് കറുത്തവരുടെ കയ്യിലെങ്കിലും ഇട്ട് കാണിക്കുക, എന്നാലല്ലേ വ്യത്യാസം കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഇട്ട് നിങ്ങളെ കാണിക്കാം. എന്തായാലും ഉണങ്ങുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ തുടച്ച് നിങ്ങളെ മാറ്റി കാണിക്കാം. വാവ്, എന്ത് നല്ല ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ തുടക്കത്തിലെ കണ്ട കൈയും ഇപ്പോഴത്തെ കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു. ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. വാവ്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയ്ക്ക് മാറ്റം വരുമോ എന്നുള്ളത്. കണ്ടോ? വെറുതെ പറയുമല്ല, അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. തുടച്ചിട്ടുള്ള മാറ്റം നിങ്ങൾ കണ്ടോ? എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ? തുടക്കത്തിലെ കാട്ടിലും ഇപ്പോൾ എന്ത് മാറ്റമുണ്ടെന്ന് നിങ്ങൾ കണ്ടോ? ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. കിടിലൊരു സംഭവം തന്നെയാണ്. കണ്ടല്ലോ എങ്ങനെയാണ് ബ്ലീച്ച് ചെയ്തതെന്നൊക്കെ ഉള്ളത്. 100% റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു ബ്ലീച്ചിൽ നിന്ന്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ബ്ലീച്ച് ഒന്ന് ചെയ്തു നോക്ക്. ഇനി നിങ്ങൾ പൈസ കളഞ്ഞിട്ട് സലൂണിലൊന്നും കയറി ഇറങ്ങിയിട്ട് ബ്ലീച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങാൻ ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയാനായിട്ട് നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.